Very good morning to all. Today we will discuss about the managerial functions. Management has been described as a social process involving responsibility for economical and effective planning and regulation of operations of an enterprise in the fulfillment of given purpose. It is a dynamic process consisting of various elements and activities, and these activities are different from operative functions like marketing, finance, purchase, etc. Rather, these activities are common to each and every manager irrespective of his level or status. Management has Management has been described as a social process. അല്ലെ നമ്മൾ പറഞ്ഞു മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഇൻവോൾവിങ് റെസ്പോൺസിബിലിറ്റി ഫോർ എക്കണോമിക്കൽ ആൻഡ് എഫക്റ്റീവ് പ്ലാനിങ്. എന്താണ് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ളത്. റെഗുലേഷൻ ഓഫ് ഓപ്പറേഷൻസ്, എന്താണ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, അതേപോലെ ഇഫക്റ്റീവായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാമൂഹിക പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. സോ ഇറ്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് പ്രോസസ്സാണ് അല്ലേ. ചേഞ്ച് ഇൻ നേച്ചർ ചേഞ്ച് ഇൻ നേച്ചർ ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുള്ള ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആക്ടിവിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, പർച്ചേസ്. അതായത് സ്ഥാപനത്തിലെ ഓപ്പറേറ്റീവ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്, അതായത് മാർക്കറ്റിംഗ് പോലെ, ഫിനാൻസ് പോലെ, പർച്ചേസ് പോലെ, ഇതുപോലെയുള്ള ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഫംഗ്ഷനിൽ നിന്നും വ്യത്യാസമായിക്കൊണ്ട് rather these activities are common to each and every manager. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സും കോമൺ ആണ്, ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസോ ലെവലോ നോക്കാതെ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് എന്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് എക്സ്പേർട്സ് ഹാവ് ക്ലാസിഫൈഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരുപാട് എക്സ്പേർട്ടുകൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി ദർ ആർ 4 ഫണ്ടമെൻ്റൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ജോർജ് ആർ ടെറിയുടെ അഭിപ്രായത്തിൽ 4 ഫംഗ്ഷനാണുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ളത്. ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത് ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ ആൻഡ് ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കൺട്രോൾ. ഹെൻറി ഫയോൾ ഫംഗ്ഷനെ പറ്റി പറയും ടു മാനേജ് ഈസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ അല്ലേ, നമ്മൾ മുൻകൂട്ടി ചെയ്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നതാണ്. ടു ഓർഗനൈസ് ചെയ്യുന്നതാണ്. ടു കമാൻഡ് കമാൻഡ് ചെയ്യുന്നതാണ്, കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതാണ് ഫയോൾ പറയുന്ന ഫങ്ഷൻസ്. വേർ ലൂതർ ഗുള്ളിക്ക് വാസ് ഗിവൺ എ കീവേഡ് ഓഫ് പോസ്റ്റ് കോർപ്പ്. അപ്പോൾ പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്ന ഒരു കോഡ്, മാനേജീരിയൽ ഫങ്ഷൻസ് ഞങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡാണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത്. എന്താ പോസ്റ്റ് കോർപ്പ്? P stands for planning, O for organizing, S for staffing, D for directing, and Co for coordination, R for reporting, and B for budgeting. ഇതാണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത്. So, but the most widely accepted are functions of management given by Kuhns and O'Donnell. അതായത് വളരെ എല്ലാ ആളുകളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, മുഴുവൻ ആളുകളും വേൾഡ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് നൽകിയിട്ടുള്ളത് കൂൺസ് ആൻഡ് ഒഡോണൽ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഇതാണ് പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസ് ഓഫ് 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. So for theoretical purposes, it may be convenient to separate the functions of management, but practically these functions are overlapping in nature. That is, they are highly inseparable. നമ്മൾ പഠിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഓരോന്നിനെയും തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇൻസെപ്പറബിൾ, എല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രാക്ടിക്കൽ സെൻസിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റില്ല, തരംതിരിക്കുവാൻ സാധ്യം അല്ല.
ഈച്ച് ഫങ്ഷൻ ബ്ലെൻഡ് ടു ദ അതർ ആൻഡ് ഈച്ച് എഫക്ട്സ് ദ പെർഫോമൻസ് ഓഫ് അതേഴ്സ്. ഓരോ ഫങ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, പരസ്പരം ബാധിക്കുന്നുണ്ട്. സോ പ്ലാനിങ് നോക്കുക, പ്ലാനിങ്, ദെൻ ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിങ്, ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്റ്റാർ മാർക്ക് നോക്കുക, എല്ലാം എന്താണ്, റിലേഷൻ ഉണ്ട്. സോ പ്ലാനിങ്, സോ ഇറ്റ് ഈസ് എ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ്, ഇപ്പോൾ ഈ പറയുന്ന ഈ ഫങ്ഷൻസ് ആണ് നമുക്ക് ഈ സബ്ജക്റ്റ് മൊത്തമായിട്ട് പഠിക്കാനുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, അതേപോലെ എന്താണ് സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത് ഓരോന്നും ഓരോ ചാപ്റ്ററുകളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഔട്ട്ലൈൻ മാത്രം, ഇതിൻ്റെയൊക്കെ എന്താണ് ഓരോ ഔട്ട്ലൈനാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണത്, പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷനാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ചോക്കിംഗ് ഔട്ട് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് action, deciding in advance the most appropriate course of action for achievement of predetermined goals. എന്താണ്, it deals with the chalking out, എന്താണ്, or selecting the future course of action, എന്താണ്, ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അതെന്ത് മുൻകൂട്ടി തീരുമാനിക്കുക, എന്താ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾ. അപ്പം ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ, ആദ്യമേ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് നേടിയെടുക്കുവാൻ ഏത് വഴി എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഏത് വഴി പോയാലാണ് എന്ത് ചെയ്യുക, ആ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ എന്ത് ചെയ്യുക, നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ തീരുമാനിക്കുക. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അങ്ങനെ ആദ്യമേ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന, തീരുമാനിക്കുന്ന സെലക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണത്, ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു കൂൺസ്, planning is deciding in advance what to do, when to do, how to do. It bridges the gap from where we are and where we want to be. Okay. പ്ലാനിങ് ഈസ് ഡിസൈൻ. കൂൺസ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർ പറഞ്ഞിട്ടുള്ളത്, പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, എന്താണ്, മുൻകൂട്ടി തീരുമാനിക്കലാണ്. എന്തൊക്കെയാണ് മുൻകൂട്ടി തീരുമാനിക്കുന്നത്, വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, വെൻ ടു ഡു, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി തീരുമാനിക്കുക, അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പിലൊരു എക്സാം വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് പഠിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാനിങ് എന്ന് എന്ത് ചെയ്യണത്, പറയുന്നത്. സോ ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ, എന്താണ്, എന്ത് എന്നുള്ള, വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത്, ഇനി നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ഇവ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു, ഒരു പാലം ഇട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഡ്യൂട്ടി, പ്ലാനിങ്ങിൻ്റെ ഡ്യൂട്ടി എന്നെന്ത് ചെയ്യണത്. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫ്രം വേർ വി ആർ എന്നുള്ളതിൽ നിന്നും വേർ വി വാണ്ട് ടു ബി, നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളിടത്തിലേക്ക് നമ്മളെ എന്ത് നയിക്കുന്നു, പ്ലാനിങ് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. സോ എ പ്ലാൻ ഈസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസിലെ ഭാവിയിൽ എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പ്ലാനിൽ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പ്ലാനിങ്ങിൽ. നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിയെ പറ്റിയിട്ട് എന്തുണ്ടാവും, പ്ലാനിങ് ഉണ്ടാവില്ല, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. സോ ഇറ്റ് ഈസ് ആൻ എക്സസൈസ് ഇൻ പ്രോബ്ലം സോൾവിങ് ഓർ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ആ പ്രോബ്ലം സോൾവിങ് എക്സസൈസ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യങ്ങളെ പരിഹരിക്കുക, അതുപോലെ തീരുമാനങ്ങൾ എടുക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. സോ പ്ലാനിങ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ഡിസൈർഡ് ഗോൾ. അതായത് നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോളിനെ നേടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ നേടിയെടുക്കുന്നതിനുള്ള വഴിയെ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക, തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദസ് പ്ലാനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് തിങ്കിങ് അബൌട്ട് വേസ് ആൻഡ് മീൻസ് ഫോർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾ എന്നാണ്. നമ്മൾ ആദ്യമേ തയ്യാറാക്കിയിട്ടുള്ള, ആദ്യമേ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ നേടിയെടുക്കുന്നതിനുള്ള വഴികളും അതേപോലെ എന്താണ് മാർഗങ്ങളുടെയും പറ്റിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആലോചന അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിങ്കിങ്ങിനെയാണ് നമ്മൾ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്.
So it is all pervasive, it is an intellectual activity, and it also helps in avoiding confusion under uncertainties, risk, wastage, etc. അല്ലേ, ഇറ്റ് ഈസ് ഓൾ പെർവാസീവ്, എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. പെർവാസീവ് അല്ലേ, എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട് അല്ലേ, ഏത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്ലാൻ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി, ബുദ്ധിപരമായ ആക്ടിവിറ്റി ആണല്ലേ. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ആൾസോ ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ. എന്താണ് കൺഫ്യൂഷനൊക്കെ വരുന്നത്, എന്ത് ചെയ്യുക, ഒഴിവാക്കുന്നതിന്. അൺസർട്ടനിറ്റീസിൽ എന്താണ്, എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരിക, നമുക്ക് പരിചിതമില്ലാത്ത അവസ്ഥയാണ് എന്ത്, അൺസർട്ടനിറ്റി അല്ലേ. റിസ്ക്, വേസ്റ്റേജ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിന്, ഒഴിവാക്കുന്നതിന് എന്ത് സഹായിക്കുന്നു, പ്ലാനിങ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഓർഗനൈസിങ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ടുഗദർ physical, financial and human resources in developing productive relationship among them for achievement of organizational goal. അപ്പോൾ എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷണൽ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള, അതേപോലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസുകളൊക്കെ എന്ത് ചെയ്യുക, ബ്രിങ്ങിങ് ടുഗദർ, ഒരുമിച്ച് കൊണ്ടുപോരുക അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോരുകയും, ആൻഡ് ഡെവലപ്പിംഗ് എ പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് എമംഗ് ദം, എന്താണ് അവ തമ്മിലുള്ള ഒരു പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്താനാണ് നമ്മുടെ ഡിറ്റർമിൻഡ് ഗോളെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എന്താണ്, ഫിസിക്കൽ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്തൊക്കെയാണ് വേണ്ടത്, ഹ്യൂമൻ റിസോഴ്സ് എത്ര വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഒരുമിച്ച് സ്ഥലത്ത് കൊണ്ടുപോരുകയും അവ തമ്മിൽ എന്താണ്, അതായത് ഈ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോളുടെ ഡെഫിനിഷൻ പറയുന്നു, ടു ഓർഗനൈസ് എ ബിസിനസ് ഈസ് to provide it with everything useful or its functioning, that is എന്താണ്, raw material, tools, capital and personals. എന്താണ്, അപ്പോൾ ഒരു ഫയോൾ പറയുന്നത് ഓർഗനൈസ് ചെയ്യുക, ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് എന്ത് നൽകുക, അതിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകുക എന്നുള്ളതാണ്. റോ മെറ്റീരിയൽ, ആവശ്യമായിട്ടുള്ള ടൂളുകൾ, ക്യാപിറ്റൽ, അതേപോലെ എന്താണ് ആളുകൾ അല്ലെ, പേഴ്സണൽ ആളുകളൊക്കെ നൽകുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then to organize a business involves determining and providing human and non-human resources to the organizational structure. എന്താണ്, അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്, ഹ്യൂമണും അതേപോലെ എന്താണ് നോൺ ഹ്യൂമൻ റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസിങ് പ്രോസസ്സ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, കോർഡിനേഷൻ ഓർ കോർഡിനേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അല്ലെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, വേർതിരിക്കുക, ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഓരോ ആളുകൾക്കും ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ്, ഇപ്പോൾ ഡെലിഗേഷൻ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു സുപ്പീരിയർ അയാളുടെ എന്താണ് വർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, അയാളുടെ ടാസ്ക് അയാളുടെ സബോർഡിനേറ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക, അത് ചെയ്യാനുള്ള അതോറിറ്റിയും അധികാരവും കൊടുക്കുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇതിൻ്റെ ഭാഗമാണ്. ദെൻ കോർഡിനേറ്റിംഗ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനൊക്കെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. ഇതിനടുത്ത ഫങ്ഷനാണ് എന്ത്, സ്റ്റാഫിംഗ്. സോ ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് മാനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് കീപ്പിംഗ് ഇറ്റ് മാൻഡ്. എന്താണ്, ആളുകളെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാനിങ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് എന്ത് ചെയ്യുക, എടുക്കുക. അതേപോലെ എന്താണ്,
ആളുകളെ അതിൽ നിലനിർത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാഫിംഗ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ് ഡ്യൂ ടു ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി, ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ബിസിനസ്, കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എക്സെട്ര. എന്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? ടെക്നിക്കൽ അപ്ഗ്രഡേഷൻ നടന്നു, അതായത് ടെക്നോളജിക്ക് ഒരുപാട് വികസിച്ചു. അതേപോലെ ബിസിനസ്സിൻ്റെ വലിപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. അതേപോലെ എന്താണ് ആളുകളുടെ സ്വഭാവത്തിൽ എന്തുണ്ടായി, ഒരു കോംപ്ലക്സിറ്റി എന്ത് ചെയ്തു വന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടാനുള്ള എന്താണ് കാരണമാണ്. സോ ദ മെയിൻ പർപ്പസ് ഓഫ് എന്താണ് സ്റ്റാഫിംഗ് ഈസ് ടു പുട്ട് റൈറ്റ് മാൻ ഓൺ റൈറ്റ് ജോബ്. അതായത് ശരിയായ ജോലിക്ക് ശരിയായ ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ദാറ്റ് ഈസ് സ്ക്വയർ പെഗ്സ് ഇൻ സ്ക്വയർ ഹോൾസ് ആൻഡ് റൗണ്ട് പെഗ്സ് ഇൻ എന്താണ് റൗണ്ട് ഹോൾസ്. അതായത് ഒരു സ്ക്വയർ ആയിട്ടുള്ള എന്താണ് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ ഏതാ സ്യൂട്ട് ആവുക, സ്ക്വയർ ആയിട്ടുള്ള എന്താണ് പെഗ്ഗാണ് എന്ത് ചെയ്യുക. അല്ലെങ്കിൽ സമചതുരത്തിലാണ് ഹോൾ ഉള്ളത് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വെക്കാൻ പറ്റുന്നത് സമചതുരക്കട്ടയാണ്. അവിടെ ഒരു ചതുരക്കട്ട വെച്ചാലോ ഒരു റൗണ്ട് ഹോൾ വെച്ചാലോ അവിടെ എന്ത് ചെയ്യില്ല, റൗണ്ട് പെഗ്സ് വെച്ചാലോ എന്ത് ചെയ്യില്ല, അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് അവിടെ എന്താണ് ശരിയായ ജോലി എന്താണ് ശരിയായ ആളിന് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ. സോ അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഡൊണൽ, മാനേജീരിയൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്താണ് കൂൺസ് ആൻഡ് ഡൊണലിൻ്റെ അഭിപ്രായത്തിൽ മാനേജീരിയൽ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് എന്താണ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുക, ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതിലൂടെയാണ് കൊണ്ടുവരുന്നത്? ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ. എന്താണ് വളരെ സുതാര്യമായ എന്താണ് സെലക്ഷൻ പ്രോസസ്സിലൂടെ ആൻഡ് അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ടു ഫിൽ ദ റോൾസ് ഡിസൈനിങ് എന്താണ് ഡിസൈൻഡ് ഇൻ ദി സ്ട്രക്ചർ. എന്താണ് സ്ട്രക്ചറിലുള്ള റോളുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ആളുകളെ കൊണ്ടുപോരുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം, സ്റ്റാഫിങ്ങിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മാൻ പവർ പ്ലാനിങ്ങിലെ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അത്ര ആളുകൾ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ എന്താണ് എത്ര ആളുകൾ വേണമെന്നുള്ളൊരു കണക്കുണ്ടാവും. ദെൻ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, റെമ്യൂണറേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്താണ് ഡയറക്റ്റിംഗ്. സോ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജീരിയൽ ഫങ്ഷൻ വിച്ച് ആക്ച്വേറ്റ് ദ ഓർഗനൈസേഷണൽ മെത്തേഡ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ പർപ്പസ്. അതായത് മാനേജീരിയൽ ഫങ്ഷൻ്റെ ഭാഗമാണ്. ഏത് ഭാഗമാണ്? ആക്ച്വേറ്റ് ദ ഓർഗനൈസേഷണൽ മെത്തേഡ് ടു വർക്ക് എഫിഷ്യൻസി. എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മുടെ ഫങ്ഷൻസിനെ പ്രവർത്തന പദത്തിൽ എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഇതിനുള്ളത്, ഡയറക്റ്റിങ്ങിനുള്ളത്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് എ ലൈഫ് സ്പാർക്ക് ഓഫ് ദ എൻ്റർപ്രൈസ് വിച്ച് സെറ്റ് ഇൻ മോഷൻ ദ ആക്ഷൻ ഓഫ് പീപ്പിൾ ബിക്കോസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ആർ ദ മിയർ പ്രിപ്പറേഷൻസ് ഫോർ ഡൂയിങ് ദ വർക്ക്. അപ്പോൾ ഇവിടെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യണത്, പ്രവർത്തന പദത്തിൽ എന്ത് ചെയ്യണത് നമ്മൾ എത്തുന്നത്. അതേപോലെ എന്താണ് ഇതുവരെയുള്ള എന്താണ് സ്റ്റാഫിങ്ങും അതേപോലെ പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടത്തേണ്ടിയിരുന്ന, അതായത് ഓർഗനൈസേഷൻ നടത്തേണ്ട പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ഡയറക്റ്റിങ്ങിലാണ് എന്ത് ചെയ്യണത് ഇൻ മോഷനിൽ, ഇറ്റ് ഈസ് ഇൻ മോഷൻ എന്താണ് പ്രവർത്തനത്തിലേക്ക് എന്ത് ചെയ്യണത് വരുന്നത്. സോ ഡയറക്ഷൻ ഈസ് ദാറ്റ് ഇന്റർപേഴ്സണൽ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് which deals directly with influencing, guiding, supervising, motivating subordinate for the achievement of organizational goal. എന്താണ് ഡയറക്ഷൻ എന്നത് പറഞ്ഞത്? ഇൻ്റർപേഴ്സണൽ ആസ്പെക്റ്റ് എന്താണ് ആളുകൾ തമ്മിലുള്ള പരസ്പര എന്താണ് ബന്ധത്തിൻ്റെ എന്താണ് ഒരു തീമാണ് ഇതിലുള്ളത്, ഡയറക്റ്റിങ്ങിനുള്ളത്. എന്താണ് വിച്ച് ഡീൽസ് ഡയറക്റ്റ്ലി വിത്ത് എന്തുമായിരുന്നു ചെയ്യുക, സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ പ്രവർത്തന പദത്തിലെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഹാസ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ ഇതിൻ്റെ എലമെൻറ്റ്സ് ആണ്, ഡയറക്ഷൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ്. ദെൻ കൺട്രോളിങ്.
അടുത്ത ലാസ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ പറയുന്നതാണ് കൺട്രോളിങ്. ഇറ്റ് ഇംപ്ലൈസ് ദ മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കറക്ഷൻ ഓഫ് ഡീവിയേഷൻ ഇഫ് എനി ടു എൻഷുർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് എന്താ കൺട്രോളിങ്? ഇത് ഇംപ്ലൈസ്, ഇത് എന്ത് ചെയ്യുന്നു? ഇംപ്ലൈ ചെയ്യുന്നു. എന്താണ്? മെഷർമെൻറ്റ്, അളവുകോലാണ് എന്തിൻ്റെ? ഓഫ് അക്കംപ്ലിഷ്മെൻറ്റിൽ. ഇത് ഈ അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അപ്പോൾ പ്രൊഡക്ഷനിലാണെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡായിട്ട് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ സ്വാഭാവികമായും പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആകെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും? അസസ് ചെയ്യും. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ദ ഇംപ്ലൈസ് ദ മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. ഇവിടെ അക്കംപ്ലിഷ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനാണ്, ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. എഗെയിൻസ്റ്റ് ഏതിനെതിരെ? സ്റ്റാൻഡേർഡ്സിനെതിരായിട്ട് എത്ര അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറക്ഷൻ ഓഫ് ഡീവിയേഷൻ ഇഫ് എനി. എന്താണ്? ഇനി സ്റ്റാൻഡേർഡിന് എത്താത്തത് കൊണ്ട് എന്തെങ്കിലും കറക്ഷൻ നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കിട്ടാത്തത് എന്തെങ്കിലും കറക്ഷൻ നടത്താത്തത് കൊണ്ടാണോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. ഇഫ് എനി ടു എൻഷുർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കറക്ഷൻ ആവശ്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് തമ്മിൽ കമ്പയർ ചെയ്യുക? ആക്ച്വൽ പെർഫോമൻസിനെയും സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെയും കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ദ പർപ്പസ് ഓഫ് കൺട്രോളിങ് ഈസ് ടു എൻഷുർ ദാറ്റ് എവറിത്തിങ് ഒക്കേഴ്സ് ഇൻ കൺഫോമിറ്റീസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോളിങ് പ്രോസസ്സ് എൻഷുർ ചെയ്യുന്നത്. സോ എൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് കൺട്രോൾ ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ ഡീവിയേഷൻസ് ബിഫോർ ദ ആക്ച്വലി ഒക്കർ. അപ്പം നല്ല ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട് എങ്കിൽ ഡീവിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ആദ്യമേ തന്നെ, അതായത് നമ്മൾ ഈ ആക്ച്വൽ അസസ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കുവാൻ സാധിക്കും. So according to Kuhns and Donnell, controlling is the measurement and correction of performance activities of subordinates in order to make sure that the enterprise objectives and plans desired to obtain them as being accomplished. അതായത് എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ആൻഡ് കറക്ഷൻ ആണ്. എന്താണ്? പെർഫോമൻസ് ആരുടെയാണ്? സബോർഡിനേറ്റ്സിൻ്റെ. പെർഫോമൻസ് ആക്ടിവിറ്റീസ് എന്താണ്? സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുകയും കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദാറ്റ് ദ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ്. എൻ്റർപ്രൈസിൻ്റെ ഈ ഒബ്ജക്റ്റീവ്സും എൻ്റർപ്രൈസിൻ്റെ പ്ലാനും ഒക്കെ അക്കംപ്ലിഷ് ചെയ്ത രീതിയിൽ തന്നെയല്ലേ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്നാണ് ആര് പറയുന്നത്? കൂൺസ് ഓർ ഡൊണൽ എന്ന് പറയുന്ന രണ്ടാൾ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. സോ കൺട്രോളിംഗ് ഹാസ് ദ ഫോളോയിങ് സ്റ്റെപ്പ് എന്നാണ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇപ്പോൾ ഒരു 100 യൂണിറ്റാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ എന്ത് ഫിക്സ് ചെയ്യുക? 100 എന്നുള്ളത് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ദെൻ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതിന് ശേഷം എന്ത് ചെയ്യുക? എന്ത് ചെയ്യുന്നു? കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങുന്നു. ആക്ച്വൽ പെർഫോമൻസ് 115. ഓക്കെ, 115. അപ്പോൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നു. ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഡീവിയേഷൻസ് ഇഫ് എനി. ഓക്കെ, അപ്പോൾ 100 എന്ത് സ്റ്റാൻഡേർഡ് എത്ര കിട്ടി? 115. ഡീവിയേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അവിടെ തീർന്നു. സപ്പോസ് അവിടെ ഇനി 80 എന്ത് ചെയ്യുന്നതെങ്കിൽ പെർഫോമൻസ് എന്ന് വിചാരിക്കുക. ആക്ച്വൽ പെർഫോമൻസ് 80 ഉള്ളൂ. എത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്? 100. അപ്പോൾ അവിടെ എന്ത് കണ്ടു? 20 യൂണിറ്റിൻ്റെ ഡീവിയേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻ എന്താണോ വേണ്ടത് അത് കറക്റ്റ് ചെയ്യാനുള്ള എന്താണ് നടപടികൾ നമ്മൾ സ്വീകരിക്കുക. ഇതാണ് എന്ത്? കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്? ഈ ഫങ്ഷൻസിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമാണ്. അപ്പോൾ ഓരോന്നും വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, പല ആളുകളും വീഡിയോ കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും എന്ത് ചെയ്യുക? വീഡിയോ കാണുക. നിങ്ങൾ ഡൗട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചോദിക്കുക.